പ്രിയപ്പെട്ട മോമിനികളെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഈ ഒരു കഥ ഹീബത്താണ്, പസാത്താണ് എന്നാർക്കും തോന്നണ്ട. ഒരാളുടെ ജീവിതത്തിലെ കല്ലും കരടുമാണ് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. നമ്മൾ സഞ്ചരിച്ച വഴികളിലെ കുണ്ടും കുഴികളും നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. ഇത് ഷെഫീനയുടെ കഥയാണ്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പൊന്നുമോള്. പൊതുവെ സ്നേഹിക്കാൻ അറിയുന്നവർ ദുർബലരായിരിക്കും അവരുടെ മനസ്സ്. അതുപോലെ തന്നെയായിരുന്നു ഷെഫീനയുടെ. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഷെഫീനയുടെ മനസ്സ് തന്നെയാണ് ഷെഫീനയുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കിയത്. പ്രണയവിവാഹമായിരുന്നു. പക്ഷെ ബന്ധുക്കളെയും മാതാപിതാക്കളെയും വെറുപ്പിക്കാതെ തന്നെയായിരുന്നു ഷെഫീനയുടെ കല്യാണം കഴിഞ്ഞത്. ഷെഫീനയ്ക്ക് ഒരാളെ ഇഷ്ടമായിരുന്നു, വല്ലാത്തൊരു സ്നേഹമായിരുന്നു. എന്ന് വെച്ച് ഷെഫീന മതിൽ ചാടി പോയിട്ടൊന്നുമില്ല. മാതാപിതാക്കളെ വെറുപ്പിക്കാതെ ആ ഒരു ഇഷ്ടം മാതാപിതാക്കളോടും ബന്ധുക്കളോടും പറഞ്ഞു. ഷെഫീനയുടെ ഇഷ്ടത്തിന് ബന്ധുക്കൾ സമ്മതം മൂളി. രണ്ടു വീട്ടുകാരുടെയും സമ്മതത്തോടെയായിരുന്നു ആ വിവാഹം നടന്നത്. ഷെഫീനയ്ക്ക് ഒരുപാട് നല്ല നല്ല ആലോചനകൾ വന്നെങ്കിലും ഷെഫീനയുടെ ഇഷ്ടമായിരുന്നു വീട്ടുകാരും നോക്കിയത്. ഷെഫീനയുടെ ഇഷ്ടത്തിന് പുറമെ വേറൊന്നും ആലോചിച്ചില്ല വീട്ടുകാർ. അങ്ങനെ ആഘോഷത്തിൽ ഷെഫീനയുടെ വിവാഹം കഴിഞ്ഞു. പരസ്പരം ഒരുപാട് മനസ്സിലാക്കിയവരാണ് അവർ ജീവിതത്തിൽ ഒന്നായത്. പക്ഷേ അവൾക്ക് തെറ്റുപറ്റിയത് എവിടെയാണെന്ന് അവൾക്കറിയില്ല. വർഷങ്ങൾ നീണ്ട പ്രണയത്തിലൊടുവിലാണ് കല്യാണം നടന്നത്. സന്തോഷമായി മുന്നോട്ട് പോയ കുറച്ച് വർഷങ്ങൾ. നല്ല കുടുംബക്കാരൊക്കെ ആയിരുന്നു. പക്ഷേ എല്ലാ സന്തോഷവും തകർന്നത് ആ ഒരൊറ്റ നിമിഷം കൊണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയാം പ്രണയവിവാഹം എത്രമാത്രം സക്സസ്ഫുൾ ആണെന്ന്. മിക്ക മക്കളും മതിൽ ചാടി പോയവരായിരിക്കും കുടുംബത്തെ വെറുപ്പിച്ച്. പക്ഷേ ഇതങ്ങനെയല്ല. എന്നാലും ഇവരുടെ ജീവിതത്തിൽ ഒരു ദുരന്തം കടന്നു വരികയാണ്. എത്രയോ മക്കൾ ഇന്ന് മതിൽ ചാടിയിട്ടാണ് പോകുന്നത്. മാതാപിതാക്കളുടെ നെഞ്ചത്ത് ചവിട്ടി അവസാനം അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ അടിച്ച് പുറത്താക്കും. ഒക്കത്ത് കുഞ്ഞുമായി വീട്ടുമുറ്റത്ത് വരും. ഇതാണ് അവസ്ഥ ഉണ്ടാകുന്നത്. നമ്മുടെ മക്കളെയൊക്കെ പടച്ച റബ്ബ് കാക്കട്ടെ. ഇതിനൊക്കെ വഴിയൊരുക്കി കൊടുക്കുന്നത് നമ്മൾ മാതാപിതാക്കൾ തന്നെ. അതിന് മുഖ്യ പങ്ക് വഹിക്കുന്നത് പിതാക്കന്മാരാണ്. അവരതിന് വഴിയൊരുക്കി കൊടുക്കുകയാണ്. അവർക്ക് പണമായും പല സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് പിതാക്കന്മാർ തന്നെയാണ്. അവരെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് സമയമെങ്കിലും പിതാക്കൾ, മാതാവല്ല പിതാവ്, ഓരോ ദിവസവും കുറച്ച് സമയമെങ്കിലും അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അല്ലാതെ അവർക്ക് വഴിയൊരുക്കി കൊടുക്കുകയല്ല വേണ്ടത്. എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയത്. ആ ഒരു കഥ ഞാൻ അവസാനം പറയാം. ഷെഫീനയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ദുരന്തങ്ങൾ വരാൻ പോകുന്നത് പോലെ അവൾക്ക് തോന്നാൻ തുടങ്ങി. തൻ്റെ പ്രാണന തുല്യം സ്നേഹിച്ച തൻ്റെ ഭർത്താവ് എന്തൊക്കെയോ തന്നിൽ നിന്നും ഒളിക്കുന്നത് പോലെ അവൾക്ക് തോന്നാൻ തുടങ്ങി. ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് നമ്മൾ പരസ്പരം മനസ്സിലാക്കിയവരാണെന്ന് അഹങ്കരിച്ച് പറയുമായിരുന്നു ഷെഫീന. പക്ഷെ ആരെയും ഒരിക്കലും പൂർണ്ണമായി മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് സാധിക്കില്ല എന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. വളരെ വൈകിയായിരുന്നു ഷെഫീന അതറിയുന്നത്. തൻ്റെ പ്രാണന തുല്യം സ്നേഹിച്ച തൻ്റെ ഭർത്താവിന് മറ്റൊരു ബന്ധമുണ്ടെന്ന്. ആ ഒരു സമയം നെഞ്ച് തകർന്നു പോയിരുന്നു ആ കുട്ടിയുടെ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പാവം പെൺകുട്ടിയായിരുന്നു. അവളെയായിരുന്നു അവൻ ചതിച്ചത്. മാതാപിതാക്കളെയും ബന്ധുക്കളെയും വെറുപ്പിക്കാതെയായിരുന്നു തൻ്റെ പ്രാണന തുല്യം സ്നേഹിക്കുന്നവനെ സ്വന്തമാക്കിയത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ പെൺകുട്ടി സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പെൺകുട്ടിയാണെന്ന്. ഇതറിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഷോക്കായിരുന്നു. പക്ഷേ അവളിത് അറിഞ്ഞതായൊന്നും ഭാവിച്ചില്ല. കാരണം ഇത് എവിടെ വരെ പോകുമെന്ന് നോക്കാമെന്ന് കരുതി. ചിലപ്പോൾ ഇത് തൻ്റെ തെറ്റിദ്ധാരണയാണെങ്കിലോ. കുറച്ച് ദിവസം അവൾ വെയിറ്റ് ചെയ്തു. ഒടുവിൽ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. സംഭവം എൻ്റെ കൈവിട്ടു പോയിരിക്കുന്നു എന്ന്. സ്നേഹിച്ച് വിവാഹം കഴിച്ചതായതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിലേക്ക് പോകാനും നാണക്കേടായിരുന്നു. വീട്ടുകാരെ വെറുപ്പിച്ചില്ല എങ്കിലും വീട്ടുകാരെ വേദനിപ്പിക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. അവസാനം അവൾ വീട് വിട്ട് പോകേണ്ടി വരുമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തോട് അവൾ ചോദിച്ചു, "അല്ല, ഞാൻ നിങ്ങളുടെ ആരാണ്?" അപ്പോൾ അയാളുടെ മറുപടി, "അത് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നത് നിനക്കല്ലേ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്." അവൾ പറഞ്ഞു, "അറിയാമായിരുന്നു കുറേ നാൾ മുമ്പ് വരെ. പക്ഷേ ഇപ്പോൾ എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ എല്ലാ കളികളും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണം?" എന്നായിരുന്നു അവളുടെ ചോദ്യം. "നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കെട്ടിക്കൊണ്ടുവന്നവളാണ് ഞാൻ. നിങ്ങളുടെ ഭാര്യയാണ് ഞാൻ. എന്നേക്കാൾ എന്താണ് അവൾക്ക് കൂടുതലായി ഉള്ളത്?" എന്നായിരുന്നു അവളുടെ ചോദ്യം. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ച് ഒടുവിൽ വഴക്കിൻ്റെ വക്കിലെത്തിക്കഴിഞ്ഞു. എങ്കിലും അവൾ എല്ലാം സഹിച്ചും പുറത്തും വീട്ടുകാരെ ഓർത്ത്, ആ ഉമ്മയെ ഓർത്ത് അവൾ ആ വീട്ടിൽ തന്നെ കഴിഞ്ഞു.
പരീക്ഷണങ്ങൾ വീണ്ടും തുടർന്നു. അങ്ങനെ അവൾക്ക് മനസ്സിലായി, ഇനി ആ വീട്ടിൽ ഞാൻ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞു. എല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ അവൾ തീരുമാനിച്ചു. അപ്പോഴായിരുന്നു ആ ഞെട്ടിക്കുന്ന സത്യം അവൾ അറിഞ്ഞത്. അവൾ 2 മാസം ഗർഭിണിയായിരുന്നു എന്ന്. ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന് ഒരു നിമിഷം അവൾ ആഗ്രഹിച്ചു. ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഒരു കുഞ്ഞിന് വേണ്ടി. പക്ഷേ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്താണ് ചെയ്യുക? ഇതറിഞ്ഞെങ്കിലും അദ്ദേഹം മാറി ചിന്തിക്കുമെന്ന് അവൾ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി. പക്ഷെ അവൾ അവിടെയും തോറ്റുപോയിരിക്കുന്നു. എങ്കിലും അവൾ ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിന് വേണ്ടി അവൾ അവിടെ തന്നെ നിന്നു. പക്ഷെ ഇയാളുടെ അവിഹിത ബന്ധം എല്ലാ അർത്ഥത്തിലും വളർന്ന് വലുതായി കഴിഞ്ഞിരിക്കുന്നു. അടിച്ചിറക്കും മുന്നേ ഇവിടുന്ന് പോകുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. അങ്ങനെ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അദ്ദേഹത്തോട് അവൾ പതറിയ ശബ്ദത്തോടെ പറഞ്ഞു, ഞാൻ ഇറങ്ങുന്നു എന്ന്. നിങ്ങളും അവളും ചേർന്ന് എന്നെ ഇറക്കി വിടുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങിത്തരികയാണെന്ന്. അവൾ ഇറങ്ങിപ്പോകുമ്പോൾ പിന്നിൽ നിന്നും അവൾ ഒരു വിളി പ്രതീക്ഷിച്ചിരുന്നു എന്നവൾ ആഗ്രഹിച്ചു. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ലെന്നേ. അവൾ അങ്ങ് ഇറങ്ങിപ്പോയി. അവൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ ആകെയുള്ളൊരു സമാധാനവും ധൈര്യവും അവൾക്ക് സ്വന്തമായി ഒരു ജോലിയുണ്ട് എന്നുള്ളതാണ്. ഇന്നൊരു പെൺകുട്ടിക്ക് സ്വന്തമായി ജോലി ഈ ഒരു കാലഘട്ടത്ത് ആവശ്യമായി വന്നിരിക്കുകയാണ്. എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ എൻ്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തുമെന്നായിരുന്നു അവളുടെ മനസ്സിൽ. അവിടുന്ന് വിട്ടുവെങ്കിലും അയാളുടെ ഉമ്മയുമായുള്ള ബന്ധം ഇവൾ നിലനിർത്തിയിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സുഖവിവരം അന്വേഷിക്കുമായിരുന്നു. സ്നേഹമുള്ളവളായിരുന്നു അവൾ. മക്കളെ പോലെ സ്നേഹിച്ച ആ ഉമ്മയെ അവൾ തള്ളിക്കളഞ്ഞില്ല. എന്നും വിളിക്കും, സുഖവിവരം അന്വേഷിക്കും. മകൻ ചെയ്ത തെറ്റിന് അവരെന്ത് പിഴച്ചു എന്നായിരുന്നു അവളുടെ മനസ്സിൽ. ഇവൾ ഇറങ്ങിയ നിമിഷം തന്നെ അയാളും അവളും ആ വീട്ടിൽ പൊറുതി തുടങ്ങിയെന്ന് അവൾ അറിഞ്ഞു. മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും ആ പൊന്നുമോളുടെ. ഒരു പെണ്ണിനെ ഒഴിവാക്കി ആ നിമിഷം തന്നെ വേറൊരു പെണ്ണ് ആ വീട്ടിലേക്ക് വരണമെങ്കിൽ ആ പെണ്ണിനെ നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ ബുദ്ധിയൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇവനെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അവൾ മനസ്സിൽ കരുതി, ഞാൻ നേരത്തെ ഇറങ്ങി കൊടുക്കേണ്ടതായിരുന്നു, വെറുതെ അവരെ ബുദ്ധിമുട്ടിച്ചു, ഞാനായിരുന്നു അവർക്ക് ഏക തടസ്സമെന്ന് അവൾ മനസ്സിലാക്കി. മാസങ്ങൾ കഴിഞ്ഞു. അവൾ പ്രസവിച്ചു. നല്ലൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി. മാഷാ അല്ലാഹ്. ഉപ്പയില്ലാതെ സന്തോഷമായി വളർത്തി. എന്നാലും ഉപ്പയുടെ കുറവറിയിക്കാതെ വളർത്താൻ പരമാവധി അവൾ ശ്രമിച്ചു. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. ആ ഇടക്കാണ് ആ ഞെട്ടിക്കുന്ന വിവരം ഉമ്മ വിളിച്ച് പറയുന്നത്. അയാൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടെന്ന്. അരയ്ക്ക് താഴേക്ക് തളർന്നു പോയത്രേ. ഇനി അയാൾക്ക് എണീറ്റ് നടക്കാനാവില്ല പഴയതുപോലെ. കിടന്ന കിടപ്പിൽ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ജീവിതം. ഒരുപാട് കാലം പ്രാണന തുല്യം സ്നേഹിച്ചവളല്ലേ അവൾ. അവളുടെ മനസ്സൊന്ന് നൊന്തു. കേട്ടപ്പോൾ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കുഞ്ഞിനെ കൊണ്ടുപോയി അവളുടെ ഉപ്പക്ക് കാണിക്കണമെന്ന് തോന്നി. അങ്ങനെ അവൾ വർഷങ്ങൾക്ക് ശേഷം ആ വീട്ടിലേക്ക് വീണ്ടും പോവുകയാണ്. അവിടെ അവൾ ചെന്ന് ആ കിടപ്പ് കണ്ട് അവളുടെ നെഞ്ച് പിടഞ്ഞുപോയി. അവൾ പൊട്ടിക്കരഞ്ഞുപോയി. അങ്ങനെ അവൾ ഉമ്മയോട് ചോദിച്ചപ്പോഴാണ് സംഭവം അറിഞ്ഞത്. അവൾ അയാളെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ പോയത്രേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇവൾ അവിടെ നിന്ന് ഇറങ്ങാൻ കാത്തു നിൽക്കുകയായിരുന്നു ഇവൾ അവിടെ കയറാൻ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പെണ്ണിൻ്റെ മനസ്സ് നിങ്ങൾ ചിന്തിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അരക്ക് കീഴ്പോട്ട് തളർന്നു പോയ ഇയാളെ കൊണ്ട് ഇനി ഒരു ഉപകാരമില്ല എന്ന് മനസ്സിലാക്കിയ ഇവൾ മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോവുകയായിരുന്നു. ഇത് കേട്ട ഷെഫീനയുടെ മനസ്സ് തകർന്നുപോയി. വല്ലാത്ത സങ്കടം തോന്നി. എങ്കിലും അവൾ മോളെയും കൂട്ടി പോകാനിറങ്ങി. സങ്കടത്തോടെ പോകാനിറങ്ങിയെങ്കിലും തിരിച്ചു വന്ന് വീണ്ടും മുറിയിൽ ചെന്ന് നോക്കുകയാണ് അദ്ദേഹത്തെ. അപ്പോൾ അയാൾ പൊട്ടിക്കരയുകയായിരുന്നു. നിന്റെ സ്നേഹം തിരിച്ചറിയാത്തതിനും നിന്നെ വഞ്ചിച്ചതിനും പടച്ചറബ് എനിക്ക് തന്ന ശിക്ഷയാണെന്നും പറഞ്ഞ് അയാൾ പൊട്ടിക്കരഞ്ഞു. പെണ്ണെ, എനിക്കിനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പോലും ആവില്ല. അത് മനസ്സിലാക്കിയത് കൊണ്ടാവാം അവൾ ഇവിടെ നിന്നും മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയത്. പക്ഷെ നീ വരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല പെണ്ണെ. മരിക്കും മുമ്പ് എൻ്റെ മോളെ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നീയായിരുന്നു ശരി, നീയായിരുന്നു സത്യം. ഇത്രയും പറഞ്ഞ് അദ്ദേഹം ചങ്കുപൊട്ടി കരയുകയായിരുന്നു. ഇവരുടെ കരച്ചിലും പിഴച്ചിലുമൊക്കെ ഈ മോള് കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ആ മോള് അയാളെ കാണിച്ച് ചോദിക്കുകയാണ്, ഉമ്മ ഇയാൾ എന്തിനാ കരയുന്നേന്ന്. ഉമ്മ പറഞ്ഞ്, ഇയാളല്ല മോളെ, അതാണ് നിന്റെ ഉപ്പ, നിന്റെ സ്വന്തം ഉപ്പ. ആ മോള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മയോട് പറയാണ്, ഉമ്മ പോകല്ലേ ഉമ്മ, നമ്മുടെ ഉപ്പ പാവമല്ലേ, എൻ്റെ ഉപ്പയെ ഇവിടെ വിട്ടിട്ട് എവിടെയും പോകല്ലേ ഉമ്മ, എനിക്ക് ഉപ്പയും ഉമ്മയും വേണം എന്ന് പറഞ്ഞ് ആ പൊന്നുമോള് പൊട്ടിക്കരഞ്ഞു. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഷെഫീനയുടെ മനസ്സൊന്ന് നൊന്തു. ഞാൻ ജീവിച്ചത് തന്നെ എൻ്റെ മകൾക്ക് വേണ്ടിയാണ്.
അവളുടെ ഉപ്പയെ അവൾക്ക് തിരിച്ചു കൊടുക്കാൻ അവൾ അവിടെ നിൽക്കാൻ തീരുമാനിച്ചു, മകൾക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഷെഫീന എടുത്ത തീരുമാനം ശരിയോ തെറ്റോ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക. ഷെഫീനയുടെ സ്നേഹമായിരുന്നു ഇയാൾ മുതലെടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ സ്നേഹം കൊണ്ട് തന്നെ അവൾ തിരിച്ചടിച്ചിരിക്കുകയാണ്. പടച്ചറബ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ. ഈ കഥയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻ്റ് ചെയ്യുക. നമ്മൾ നടന്നു പോകുന്ന വഴികളിലെ കല്ലും കരടുമുള്ളത് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു എന്നേ ഉള്ളൂ. ഒക്കെ നല്ല രീതിയിൽ എടുക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.